ഇന്ന് നമ്മളൊരു നോമ്പ് കഞ്ഞി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, ധാരാളമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നോമ്പ് കഞ്ഞി റെസിപ്പിയാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നോമ്പായതുകൊണ്ട് തന്നെ പള്ളിയിൽ നോമ്പ് തുറക്കി നമ്മൾ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോമ്പ് പിടിച്ച് നോമ്പിൻ്റെ ആ ഒരു ക്ഷീണം മാറുന്നതിനും നമ്മുടെ നിർജ്ജലീകരണ അവസ്ഥയൊക്കെ മാറിക്കിട്ടുന്നതിനും ഈ ഒരു കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് ഒരു 1.5 കിലോൻ്റെ പച്ചരി എടുത്തിട്ടാണ്. നല്ല കുത്തരിയാണ് കേട്ടോ. നമ്മൾ നാടൻ നെല്ലുകുത്തിയ അരി ഉണ്ടല്ലോ, ആ ഒരു നെല്ലുകുത്തിയ അരിയാണ് നമ്മളിവിടെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമ്മൾ ഈ ഒരു അരിയാണ്, നല്ല നാടൻ പച്ചരിയാണ് കേട്ടോ, നാടൻ നെല്ല് കുത്തിയ പച്ചരിയാണ്. അപ്പോൾ ഈ ഒരു അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 1.5 കിലോ എടുത്തിട്ടുണ്ട്, നമുക്ക് പള്ളിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ നോമ്പ് തുറക്ക് എല്ലാവർക്കും വേണ്ടത് കൊണ്ട് ഒരു 1.5 കിലോ അരി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു 3 വെളുത്തുള്ളിയും അതുപോലെ വലിയൊരു 3 സവാളയും നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചുക്കല്ല കേട്ടോ, ചുക്കുമല്ല, ഇഞ്ചിയുമല്ല, നല്ല ഉണങ്ങിയ നീരൊക്കെ വറ്റിയ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിനെ ചുക്കാഞ്ചി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നല്ലൊരു 2 തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. ഇത് നന്നായിട്ട് നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നല്ല ഒരു 5-6 പീസ് വെളുത്തുള്ളിയും ഇടുന്നുണ്ട്. ഇത് നമ്മൾ അരപ്പിൽ ചേർക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ, നമ്മൾ കഞ്ഞിക്കാണ് നേരത്തെ പറഞ്ഞത്. ഇനി ഇത് നല്ല മല്ലിയാണ് കേട്ടോ, നല്ല കഴുകി ഉണക്കി വൃത്തിയാക്കിയ പച്ച മല്ലിയാണ്. അപ്പോൾ ഈ പച്ച മല്ലിയാണ് നമ്മളിവിടെ കഞ്ഞിക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കളറിന് ആവശ്യത്തിനായിട്ട് മഞ്ഞൾപ്പൊടിയും ഇനി നമ്മൾ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ജീരകം ആവശ്യത്തിന് ചേർത്ത് കൊണ്ടുള്ള ഒരു അരപ്പ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കഞ്ഞിക്ക് വലിയ പാത്രത്തിൽ അരിയൊക്കെ ഇട്ട് അരി നന്നായിട്ട് വെന്തു നല്ലതുപോലെ ആ തേങ്ങാപ്പാലും വീത്തി ആ അരപ്പും ഒക്കെ വീത്തി നമ്മൾ നന്നായിട്ട് ഉപ്പും എല്ലാം വീത്തി ഇത് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കഞ്ഞി നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചാൽ മാത്രമേ ഇതിന് ആ ഒരു കുറുവലി പരുവം നല്ല ഒരു ഇത് വരത്തുള്ളൂ. കൊഴുത്തൊരു കഞ്ഞിയിൽ ഒരു കൊഴുപ്പ് പരുവം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കഞ്ഞിക്ക് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡിയായി. അപ്പോൾ ഈ കഞ്ഞി മാത്രം പോരല്ലോ, കഞ്ഞിക്ക് നമ്മൾ പയർ കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പയർ കൂടി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കടുക് ഒരു ടീസ്പൂൺ കടുക് നമ്മൾ അതിലിട്ടു. അതിലേക്കൊരു 5-6 വറ്റൽമുളക്, നല്ല ഞെട്ടോട് കൂടിയ വറ്റൽമുളകാണ് കേട്ടോ. വറ്റൽമുളക് നമ്മൾ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 സവാളയാണ് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരുന്നത്. അപ്പോൾ ഈ 3 സവാള കൂടി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കുക. കുറച്ച് നേരം നമ്മൾ ഇളക്കി അതിലേക്ക് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് അത് വീണ്ടും നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പയർ ഇനി നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. 1 കിലോ പയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിനായിട്ട് ഒരു അരപ്പും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് പയറിന് നല്ലൊരു അരപ്പും കൂടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പയറും ആ ഒരു കൂട്ടിലേക്കിട്ട് നമ്മൾ ഇളക്കുകയാണ്. നന്നായിട്ട് ഇത് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ആ ഒരു അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു അരപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുന്നേ നമ്മൾ കുറച്ച് തേങ്ങ കൂടി ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ മാത്രമായിട്ട് ചിരകിയ തേങ്ങ മാത്രമായിട്ട് അതിലിട്ടിട്ട് നമ്മൾ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അരപ്പും എല്ലാം കൂടി ചേർത്ത് നമ്മുടെ പയർ